സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ട പോസ്റ്റും അല്ലെങ്കിൽ ഇന്ന് കണ്ട കുറച്ച് വാർത്തകളൊക്കെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം. എന്തിനാണെന്നറിയാമോ? രണ്ടാമത്തെ ഒരു ഇര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്തേക്ക് വന്നായിരുന്നു. നമുക്കറിയാം ഈ ഇരകളെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ ഒരു വിഷയമുണ്ടായി. ആ വിഷയം ഏകദേശമൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കോടതി ഏകദേശം ആ കേസ് പരിഗണനയിലേക്കൊക്കെ വെക്കുമ്പോൾ ആ കേസിന് കുറച്ചുകൂടി ഈ പറയുന്ന ചെയർ വന്ന് അടിയുന്നത് പോലെ ഒന്നിനു മുകളിൽ ഒന്നായി അടിയുന്നത് പോലെ ഒരു കേസ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇപ്പോൾ ഇരിക്കുന്ന കേസിന്റെ മുകളിലേക്ക് ഇത് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ ആ കേസിന് കുറച്ച് വാല്യൂ വരും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും ആ പുതിയൊരു അതിജീവിതയെ കൂടി ഇറക്കി കളിക്കുന്നു. അങ്ങനെ ഇരകളെന്ന് പറയപ്പെടുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായ തോതിൽ കൂടുന്നു. അപ്പോൾ നമുക്കറിയാം ഈ വേടന്റെ വിഷയങ്ങളെല്ലാം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് വേടന്റെ വിഷയം. അത് കേവലം വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള പെണ്ണ് വിഷയം മാത്രമല്ല, വേടനെതിരെയുള്ള പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. വേടനെ പിന്നോക്ക സമുദായത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കളിയാക്കിക്കൊണ്ട് കാണുന്നവരുണ്ട്, നല്ലതായിട്ട് കാണുന്നവരുണ്ട്. കളിയാക്കിക്കൊണ്ട് കാണുന്ന ആളുകളാണ് വേടനെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ വേടനെതിരെ ഒരു പരാതി വന്നപ്പോൾ ആദ്യം യുവ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രംഗത്തേക്ക് വന്നു. അതിജീവിതയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കേസ് കോടതിയിൽ പരിഗണനയിൽ അല്ലെങ്കിൽ കേസ് വിളിക്കുന്ന ഒരു ദിവസം പറഞ്ഞു, 8-ാം തീയതി നവംബർ 8-ന് വിളിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ അതിജീവിത വരുന്നു. പിന്നീട് അതിനുശേഷം വീണ്ടും കേസ് പരിഗണനയിൽ വെക്കുന്നു, വിളിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ അതിജീവിത. അങ്ങനെ ടോട്ടൽ 6 അതിജീവിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 6 അവസാനമായി പോലീസുകാരെല്ലാം കൂടി തെരഞ്ഞെടുത്ത് ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം നോക്കുമ്പോൾ ഒരു അതിജീവിതം മാത്രമേ ഉള്ളൂ. അതാണ് ആ യുവ ഡോക്ടർ എന്ന് പറയുന്നത്. അതായത് തെളിവ് കയ്യിലുള്ള ഏക ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന യുവ ഡോക്ടർ എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച് വന്ന ആളുകളുടെ എണ്ണം എത്രയുണ്ടെന്ന് നമുക്കറിയാം. യുവനടി എന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന ഒരു തോൽവിയുണ്ട്. സ്ത്രീകൾക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന, സ്ത്രീ എന്ന് പോലും നമുക്ക് കേവലം വിളിക്കാൻ പോലും തോന്നാത്ത അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു സാധനം, റിനി ആൻഡ് ജോർജ്. അപ്പോൾ റിനി ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രശ്നക്കാരനെന്ന് അന്നും പറയുന്നില്ല, ഇന്നും പറയുന്നില്ല. കാരണം ഒരു പേര് പറയാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? തനിക്ക് കുറച്ച് ഫേമസ് ആവണം, കുറച്ച് ഫെയിം വേണം. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കൂടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ യുവജനതയിൽപ്പെട്ട പിള്ളേരെല്ലാം ആരാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ താൻ യുവനടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാല്യൂ കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് വാല്യൂ കിട്ടും എന്നുള്ള ചിന്താഗതിയിലാണ് പുള്ളിക്കാരി ഈ പരിപാടി കൊണ്ട് രംഗത്തേക്ക് വന്നത്. എന്നാൽ എന്താണ് ഉണ്ടായത്? പറഞ്ഞു വന്ന ആളിന് തലയുമില്ല വാലും ഇല്ലാത്ത രീതിയിലേക്ക് പോയി. പിന്നെ അവന്തിക എന്ന് പറയപ്പെടുന്ന ട്രാൻസ് വുമൺ, ആണും പെണ്ണും കെട്ടൊരു വർഗ്ഗം കൂടി ഈ രംഗത്തേക്ക് വന്നു. ഞാൻ എല്ലാവരെയും കളിയാക്കുകയല്ല, ഈ അവന്തിക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. എനിക്ക് തോന്നുന്നു ഈ രമേശ് ചെന്നിത്തല വി ഡി സതീശനും പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഇറങ്ങി വന്നതായിരിക്കും ഈ ഒരു സാധനം. പക്ഷേ ചമ്മി നാറിപ്പോയൊരവസ്ഥയാണ് അതും നമ്മൾ കണ്ടത്. പിന്നീട് ഒരുപാട് പരാതികൾ അങ്ങോളം ഇങ്ങോളം ഇല്ലാതെ ഒരുപാട് പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരുന്നു. ആ പരാതികൾ വന്നപ്പോഴും ഒന്നും രാഹുലിന്റെ ചെറിയ രോമത്തിൽ പോലും തൊടാനായിട്ട് പരാതി കൊണ്ട് വന്ന ആളുകൾക്കോ അല്ലെ പരാതികൾക്കോ സാധിച്ചില്ല. അപ്പൊ രാഹുലിന്റെ കേസ് അല്ലെങ്കിൽ രാഹുല് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരുപാട് തെളിവുകൾ കോടതിയിൽ കവറിൽ കെട്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെ കോടതി എന്താണ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട. കാരണം ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൽ പീഡനത്തിന് ഒരു വാല്യൂ ഇല്ല, അല്ലെ പീഡനം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്ക് ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. നമുക്കറിയാം മഞ്ഞപത്രമായിട്ടുള്ള മാധ്യമമായിട്ടുള്ള റിപ്പോർട്ടർ ചാനലും എല്ലാം ഇപ്പോൾ അതുപോലെയൊക്കെയാണ്. പക്ഷെ റിപ്പോർട്ടർ ചാനലാണ് തന്തയ്ക്ക് പ്രക്കാരി കാണിക്കുന്നത്. അതിൽ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരിൽ തന്നെ പോക്സോ കേസ് നിലവിലിരിക്കെ അവൻ മറ്റുള്ള ആളുകളെ കളിയാക്കാനും മറ്റുള്ള ആളുകളെ കരിവാരിത്തേക്കാനും ഒക്കെ വലിയ സന്തോഷം, വലിയ ആഗ്രഹമൊക്കെയാണ്. അപ്പൊ അവനാണ് നേരം വെളുത്താൽ വൈകോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ബാത്റൂമിൽ പോയി ഇവിടെ വന്നു, അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഘോര പ്രസംഗം നടത്തുന്നത്. ദിലീപിന്റെ വിഷയം വന്നപ്പോൾ അതിലും സമാനമായ സംഭവം തന്നെയാണ്. ദിലീപിന്റെ വീട്ടിലെ കുളിമുറിയിലേക്കും ദിലീപിന്റെ റൂമിലേക്കുമൊക്കെ CCTV ക്യാമറകൾ വെക്കുന്നത് പോലെ അവന്റെയൊക്കെ ഹെലികോപ്റ്റർ ഡ്രോണും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. എന്തിനാണ്? ദിലീപിനെ കൊടുക്കാൻ. എന്നിട്ട് എന്താണ് ഉണ്ടായത്? മാധ്യമധർമ്മം വിജയിച്ചോ? മാധ്യമധർമ്മം ഇവിടുത്തെ ആർക്കോ വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. ഇവനൊക്കെ ആരുടെ അടിമയാണ്? ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളുടെയും കാശും വാങ്ങി ഒരേ എല്ലിന്റെ രണ്ടറ്റം ഉറിഞ്ചി ജീവിക്കുന്ന ടീംസാണ് രാഷ്ട്രീയം, മീഡിയ എന്ന് മോഹൻലാൽ പറഞ്ഞത് തന്നെയാണ് നമുക്കിവിടെ സത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ ഡോക്ടർ അരുൺകുമാർ, മൊട്ട അരുൺ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുള്ളൂ. ആ മൊട്ട അരുൺകുമാർ കളിച്ച കളിയിൽ ആരെയും എങ്ങും കൊടുക്കാൻ സാധിച്ചില്ല. മൊട്ട അരുൺ തന്നെയാണ് കോടതി, അരുൺ തന്നെയാണ് നീതിന്യായ വ്യവസ്ഥ, അവൻ തന്നെയാണ് ജഡ്ജി. അപ്പൊ അവൻ വിധിക്കുന്ന കേസുകളെല്ലാം വലിയ രീതിയിൽ സക്സസ് ആവണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതൊരു പരാതി കൂടി വന്നു. എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ കേസിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യത്തെ കേസിന് കുറച്ചുകൂടി ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് താങ്ങായിട്ടാണ് രണ്ടാമത്തെ പരാതിയുമായിട്ട് അതിജീവിത വന്നത്. അപ്പോൾ അതിന്
കണ്ണും പൂട്ടിയാണ് കോടതി ആ കേസ് അതിൽ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത്. ആദ്യത്തെ കേസിന് ഓൾറെഡി കൊടുത്തു, കേസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്താലും വിട്ടയക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ പ്രത്യേകിച്ച് വിചാരണയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ കൊടുത്തു. എന്തുകൊണ്ടാണ്? ആ വന്നിരിക്കുന്ന കേസിൽ എന്തോ തിരിമറി മണക്കുന്നുണ്ട്, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്. അതിൽ കോടതി പറഞ്ഞൊരു കാര്യം, പരാതി ഉന്നയിക്കുന്നതിലും കേസ് എടുക്കുന്നതിലും താമസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ടെന്ന് കോടതി. അപ്പൊ ഇതില് ഒരുപാട് കമന്റുകളാണ്. പല ആളുകളും രാഹുൽ പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഇതുവരെയും പറയുന്നില്ല, രാഹുൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ തെറ്റ് ചെയ്തത് ഇത് ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കുറെ ആളുകൾ വന്ന് മെഴുകുന്നുണ്ടായിരുന്നു. അതായത് 4 തവണയാണ് ഈ പെൺകുട്ടിയെ രാഹുൽ പീഡിപ്പിച്ചതെന്ന്. 4 തവണ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് സഹോദര ഒരു പീഡനമാവുന്നത്? അത് അവരുടെ സമ്മതപ്രകാരമുള്ളൊരു കാര്യമല്ലേ? സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ അയാളെയും കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര പതിവ്രതയാണ് എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ചോറ് നിന്ന് ജീവിക്കുന്ന ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം പുള്ളിക്കാരി അത്ര വെടിപ്പല്ല എന്നുള്ളത്. എന്നിട്ട് വീണ്ടും വന്ന് മെഴുകുകയാണ്, ഞാൻ പതിവ്രതയാണ്, എനിക്കൊരു ഭർത്താവുണ്ട്, പക്ഷെ എനിക്ക് അയാളുമായിട്ട് വലിയ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്നെ ചതിച്ചു. എന്ത് ചതിയാണ് ചെയ്തത്? ഒരു ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെ സ്നേഹിക്കുക, അല്ല അവരോടൊപ്പം ഒരു അഫെയറിന് പോയി, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, ഒരു ഡേറ്റിങ്ങിന് പോയി. അങ്ങനെ പോയിട്ട് പുള്ളിക്കാരുടെ വയറ്റിൽ കുഞ്ഞുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഗർഭചിത്രം നടത്താനായിട്ട് ഇവൻ ശ്രമിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടായ തെറ്റ് തന്നെയാണ്. ഒരു ആര് വന്നാലും അല്ലെങ്കിൽ എന്തൊരു പരിപാടിക്ക് വന്നാലും അത് എന്തിനാണെന്ന് മനസ്സിലാക്കി സേഫായിട്ട് നിന്ന് പോകാൻ സാധിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. അപ്പോൾ ഞാൻ സേഫായിട്ട് നിന്ന് പോകാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയെത്ര ആളുകളാണ് ഈ പരിപാടിയായിട്ട് പോകുന്നത്. ഈ നമുക്കറിയാം തലമൂത്തപ്പന്മാരുണ്ട് ഇവരുടെ, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും BJP-യിലും എല്ലായിടത്തും. യുവന്മാരൊന്നും ഈ പരിപാടി ചെയ്യുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്, അല്ല വിചാരിക്കുന്നത്. എല്ലായിടത്തും എല്ലാം ഉണ്ട്, പക്ഷേ ഒതുക്കേണ്ട സമയത്ത് യുവന്മാർ ഒതുക്കുന്നുണ്ട്, പണം കൊടുത്തും അല്ലാതെ സ്വാധീനം ഉപയോഗിച്ചും എല്ലാം ഒതുക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ അത് ഒതുങ്ങുന്ന ഒരു കേസാണെങ്കിലും അങ്ങനെ ഒതുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നാണ് ഇവരുടെ തലമൂത്തപ്പന്മാരുടെ ഒരു ധാർഷ്ട്യം. കാരണം രാഹുലിനിയും വേണ്ട. രാഹുൽ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഉയരാൻ പറ്റില്ല. ഇത്രയും പ്രായമായ കൊച്ചുമക്കളുടെയൊക്കെ മുന്നിൽ ഇപ്പോഴും ഞങ്ങളൊരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ നിൽക്കുമ്പോൾ, ഇന്നലെ വന്നൊരു ചെറുക്കൻ ഞങ്ങളെക്കാളും മുകളിലേക്ക് കയറി പോകുമ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കത്തില്ല. അതാണ് പ്രശ്നം. അത് മാത്രമുള്ള ഇവിടുത്തെ പ്രശ്നം. അതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഈ വിഷയത്തിൽ കോടതിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് നമുക്ക് വാർത്തകളിലൊന്ന് കണ്ടു നോക്കാം. റിപ്പോർട്ടർ ചാനലിനൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു, നല്ല വിഷമമാണ്, കരഞ്ഞ് മെഴുകിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 24 ന്യൂസിൽ വന്നിരിക്കുന്ന വാർത്ത ഒന്ന് കണ്ടു നോക്കാം. വെളിച്ചത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയോ ന്യായീകരിക്കേണ്ട ബാധ്യതയോ കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷെ അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ഈ സൈബർ അധിക്ഷേപങ്ങൾ, രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ വെട്ടുകിളികളുടെ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മുൻകൂർ ജാമ്യം എന്നുള്ളത് ഒരു ആയുധമാക്കി അവരൊക്കെ ഇനി തലപൊക്കുമോ ഹർഷീത്? ശ്രീജിത്ത്, 2 കേസുകളിലും 2 അതിജീവിതകളുടെ പരാതിയിന്മേലുള്ള കേസുകളിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. രാഹുലിനെ 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ, കുറച്ചുകൂടി ഗുരുതരമെന്ന് കരുതുന്ന രണ്ടാമത്തെ പരാതിയിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായി ആശ്വാസകരമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ അത്തരം ജാമ്യത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിന്റെയോ ഉത്തരവാദിത്തമോ ആശ്വാസം കൊള്ളലോ ഏറ്റെടുക്കേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം സാങ്കേതികമായി കോൺഗ്രസ് പിന്തുണയോടുകൂടി ജയിച്ചു കയറുന്ന MLA ആണ് എന്ന് പറയാം. അത്രമാത്രമാണ് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടുള്ള ബന്ധം. എന്നാൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വിഷയത്തിൽ രണ്ടാമത്തെ കേസിനാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരു കേസിനെ പോലും കോടതി മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നിന്നുകൊണ്ട് കളിക്കുന്ന തന്തയ്ക്ക് പിറക്കാഴിക, അല്ലെ അവന്മാർ കാണിക്കുന്ന ശുദ്ധമായിട്ടുള്ള പോകൃതരം, അതിവിടെ കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം. ആ ജാമ്യ ഹർജിയിൽ പറയുന്നത് ഈ ഇരകളെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്, എപ്പോൾ വിളിച്ചാലും വന്ന് ഹാജരാവണം, എല്ലാ ആഴ്ചകളിലും വന്ന് ഒപ്പിടണം എന്നുള്ള രീതിയിലാണ് ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ വലിയ രീതിയിൽ സന്തോഷം കൊണ്ട തലമൂത്തപ്പന്മാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന ഒരുപാട് പാർട്ടി മെമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്?
രാഹുലിനെ തിരികെ വിളിക്കുമോ? മകനെ തിരികെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമോ? ഒരിക്കലുമില്ല. അവർക്ക് ഇനി വിളിക്കണം എന്ന് ആഗ്രഹം തോന്നിയാലും അല്ലെ വിളിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാൾ കോടതിക്ക് മുൻപിൽ പറഞ്ഞ, അല്ലാതെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ മുൻപിലല്ല അയാൾ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അവിടെ ഉണ്ടായിരിക്കെ അയാൾ വിശ്വാസം അർപ്പിച്ച നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിലാണ് അയാളുടെ വാക്കുകൾ അല്ലെങ്കിൽ അയാളുടെ അയാൾ തുറന്നത്. അതിനും മാധ്യമങ്ങൾക്ക് വലിയ ദേഷ്യമായിരുന്നു. ഞങ്ങളുടെ മുൻപിൽ പറഞ്ഞില്ല, കോടതിയിൽ പോയി പറഞ്ഞു, കള്ളമൊഴിയാണ്, രഹസ്യമൊഴിയാണെന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തൊരു കഷ്ടമാണല്ലേ. മാധ്യമങ്ങളുടെ വിചാരം അവനൊക്കെയാണ് കോടതി, അവനൊക്കെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്, അവർ വിചാരിച്ചാലേ എല്ലാം നടക്കുള്ളൂ എന്നാണ്. ഇങ്ങനത്തെ ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തരം ഇതിവിടെ നിൽക്കണം. അത് ദിലീപിന്റെ വിഷയമായാലും വേടന്റെ വിഷയമായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായാലും ആരുടെ വിഷയമാണെങ്കിലും അവിടെ കൊണ്ട് അവസാനിക്കണം. അത് നിർത്തിക്കൊടുത്തില്ല പണിയാണ്. അപ്പൊ രാഹുൽ ഈശ്വറിനെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണച്ചു എന്നുള്ളൊരു പേരിൽ അയാളെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ പിടിച്ച് അകത്തിട്ടതിന്റെ പേരിൽ ഫെമിനാസികളൊക്കെ വലിയ രീതിയിൽ വന്ന് മെഴുകുന്നുണ്ട്. ആർക്കോ വേണ്ടി സംസാരിച്ചു, അകത്തായി, ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എന്തൊരു ജീവിതമാണ്, എന്തൊരു വിധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആർക്കോ വേണ്ടിയിട്ടൊന്നുമല്ല അമ്മച്ചി സംസാരിച്ചത്, ഞങ്ങളെപ്പോലെയുള്ള ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആണുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെയാണ്. ഇനി ഒരു തന്തയ്ക്ക് പിറക്കാഴികയും കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീയും മുന്നിലേക്ക് വരരുതെന്നുള്ളൊരു ധാർഷ്ട്യം കൊണ്ടാണ്. അങ്ങനെ ചോദിച്ചിട്ടല്ല, അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ അയാളെ പിടിച്ച് അകത്തിട്ടുണ്ടെങ്കിൽ അതിന് കാലം അയാളെ കൊണ്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചവരെ കൊണ്ട് മറുപടി ചോദിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ മറുപടി പറയിപ്പിച്ചിരിക്കും എന്ന് എനിക്കൊരു സംഭവത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ദിലീപിന്റെ വിഷയത്തിലാണെങ്കിലും രാഹുലിന്റെ വിഷയത്തിലാണെങ്കിലും മറ്റനുബന്ധ വിഷയങ്ങളിലെല്ലാം ആണെങ്കിലും നമ്മൾ കണ്ടുവരുന്നത് തീവ്ര ഫെമിനാസിത്തരമാണ്, അല്ലെ തീവ്ര ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതികളാണ്. ആ ചിന്താഗതികൾ എങ്ങും എത്താൻ പോകുന്നില്ല, അല്ലെ എങ്ങും എത്തുന്നില്ല എന്ന് കാണുമ്പോഴുള്ള വെമ്പൽ കൊണ്ടാണ് ഇവർ പല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ കളിച്ചാലും സത്യമേവ ജയതേ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നതിന് മുൻപ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ സത്യമായി വരുന്നതും. അയാൾ സത്യമേവ ജയതേ, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാളുടെ എല്ലാത്തിനുമുള്ള മറുപടി എണ്ണി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒളിവിൽ പോയി വന്നതിന് ശേഷം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തള്ളിപ്പറഞ്ഞവരൊക്കെ ഇനി ചേർത്ത് പിടിക്കാൻ പോയാലും ആട്ടിത്തുപ്പി വിടുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ അധികമായിട്ടുള്ള അവർക്ക് കിട്ടുന്ന പ്രിവിലേജിനെ അമിത രീതിയിൽ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ആണുങ്ങൾക്കെതിരെ അഴിച്ചുവിടുന്ന വൃത്തികെട്ട ആരോപണങ്ങൾക്കൊക്കെ ഉള്ളൊരു തിരിച്ചടി, ആ തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ഓരോ സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, മറ്റെല്ലാ അനുബന്ധ വിഷയങ്ങളും അല്ലെങ്കിൽ മറ്റനുബന്ധ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനിടയിലേക്ക് ഈ പറയുന്ന മാധ്യമങ്ങളല്ല ഇവിടുത്തെ കോടതി, അല്ലെ മാധ്യമങ്ങളല്ല വിധി നിർണ്ണയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നതിനെ എല്ലാം അപ്പാടെ വിശ്വസിച്ച് കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങൾ, അവരെ വെറുതെ മണ്ടന്മാരായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. മാധ്യമങ്ങൾ പറയുന്നതെല്ലാം ആരുടെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ, ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് കളിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്.